നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാധീനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം വേഴത്തിന്റെ രാശിമാറ്റം മൂലം ഇടവൻ രാശിക്കാർക്കുണ്ടാകുന്ന നേട്ടങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇടവൻ രാശിക്കാർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഈ വേഴത്തിന്റെ രാശിമാറ്റം മൂലം ഉണ്ടാകും. അപ്പോ 2026 ജൂൺ 2-ാം തീയതിയാണ് വേഴം രാശി മാറുന്നത്. വേഴം നേർഗതിയിൽ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് ഈ കർക്കിടകം രാശി വേഴത്തിന്റെ ഉച്ചരാശിയാണ്. അപ്പൊ ഇടവൻ രാശിയിലെ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞില്ല. അതായത് കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം, മര ഈ നക്ഷത്രക്കാർക്കാണ് ഈ വേഴത്തിന്റെ രാശിമാറ്റം മൂലം ഇനി ഞാൻ പറയുന്ന ഫലങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ വേഴം ഇപ്പോൾ നേർഗതിയിൽ 2026 ജൂൺ 2-ാം തീയതി വെളുപ്പിന് 1:55 വേഴം തന്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. അപ്പൊ നേരത്തെ വേഴം ഈ കർക്കിടകൻ രാശിയിൽ നിന്നിരുന്ന വേഴവും തന്റെ ഉച്ചരാശിയിലാണ് നിന്നിരുന്നത്. എന്നാൽ വേഴം പുറകിലേക്ക് വീണ്ടും സഞ്ചരിച്ച്, അതിനെ വക്രം എന്ന് പറയും, പുറകിലേക്ക് സഞ്ചരിക്കുന്നതിന് വക്രത്തിലായി മിഥുനൻ രാശിയിലേക്ക് വന്ന ഗ്രഹമാണ് വേഴം. ഇപ്പോഴിതാ വീണ്ടും വക്രഗതി മാറി നേർഗതിയിലേക്ക് വേഴം കർക്കിടകൻ രാശിയിലേക്ക്, കർക്കിടകൻ രാശി എന്ന് പറഞ്ഞാൽ വേഴത്തിന്റെ ഉച്ചരാശിയാണ്, ആ ഉച്ചരാശിയിലേക്ക് വേഴം പ്രവേശിക്കാൻ പോകുന്നത് ഈ ജൂൺ 2026 ജൂൺ 2-ാം തീയതി. ഒരു ഗ്രഹം തന്റെ ഉച്ചരാശിയിൽ പ്രവേശിച്ചാൽ ആ ഗ്രഹത്തിന് ഫലദാന ശേഷി കൂടുമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. ഈ വേഴം സർവേശ്വര ഗ്രഹമാണ്. വേഴം പ്രസാദിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പോൾ വേഴത്തിന്റെ രാശിമാറ്റം മൂലം ഇടവൻ രാശിയിലെ കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം ഈ മകീരമര ഈ നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന നല്ല ഫലങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. വേഴം ഇവരുടെ 3-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അതായത് ഈ ഇടവൻ രാശിയുടെ 3-ാം ഭാവത്തിലേക്കാണ് വരുന്നത്, അതായത് കർക്കിടകൻ രാശി. അപ്പൊ 3-ാം ഭാവം എന്ന് പറയുന്നത് സഹോദര ഭാവമാണ്. 3-ാം ഭാവം സഹോദര ഭാവം. അതുകൂടാതെ ധൈര്യത്തിന്റെ ഭാവമാണ്. ധൈര്യം, വീര്യത്തിന്റെ ഭാവമാണ്, പരാക്രമത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം ഈ ഭാവത്തിന്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 3-ാം ഭാവത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് സംഭവിക്കാം. അപ്പൊ സഹോദരഭാവമാണ്, ധൈര്യത്തിന്റെ ഭാവമാണ്, വീര്യത്തിന്റെ ഭാവമാണ്. എങ്ങനെയൊക്കെയുള്ള ഈ സമയത്ത് ഈ മാറ്റം ഇവരിൽ ആത്മവിശ്വാസം വർദ്ധിക്കാൻ ഇടവരുത്തും. അവർക്ക് ഈ ഇടവൻ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ഈ രാശിമാറ്റം, വേഴത്തിന്റെ രാശിമാറ്റം ഇവരിൽ ആത്മവിശ്വാസം വർദ്ധിക്കാനായിട്ട് ഇടവരുത്തും. കഴിഞ്ഞ കാലങ്ങളിലെ മാനസികമായ തളർച്ച മാറ്റി പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ആത്മവിശ്വാസം ഇവരിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. പ്രതിസന്ധികളെ ധൈര്യപൂർവം നേരിടാൻ ഇവർക്ക് കഴിയും. പല പ്രതിസന്ധികളെയും ഈ സമയത്ത് ഇവർക്ക് നേരിടാൻ കഴിയുന്നതാണ്. മനക്കരുത്ത് വർദ്ധിക്കുന്ന സമയമാണ്. ഇവരുടെ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു ഊർജം, ഒരു കരുത്ത് അല്ലെങ്കിൽ ഒരു മനക്കരുത്ത് ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്.
പ്രതിസന്ധികളെ ഇവർ ധൈര്യപൂർവ്വം നേരിടുകയും ചെയ്യും. എന്തെങ്കിലും വിധത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായാൽ ആ പ്രതിസന്ധികളെ ഇവർക്ക് ധൈര്യപൂർവ്വം നേരിടാൻ ഇവർക്ക് കഴിയുന്നതാണ്. മനക്കരുത്ത് വർദ്ധിക്കുന്ന സമയമാണ്. മുടങ്ങിപ്പോയ കാര്യങ്ങൾ പുനരാരംഭിക്കാൻ, അതായത് മുടങ്ങിപ്പോയ പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ ഈ സമയം ഇവർക്ക് അനുകൂലമാണ്. ഈ വേടമാറ്റം മൂലം സഹോദരങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഏതെങ്കിലും വിധത്തിൽ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവരിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഈ അവസരത്തിൽ അവർക്ക് കഴിയുന്നതാണ്. സഹോദരന്മാർ നിമിത്തം പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടാനും പ്രശസ്തി ഉണ്ടാക്കാനും ഇവർക്ക് കഴിയും. ഇവരുടെ വാക്കുകൾക്ക് മറ്റുള്ളവർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താനും സാധിക്കും. ഇവരുടെ വാക്കുകൾക്ക് നല്ല സ്വാധീനം കിട്ടും. ഇവരെ സംബന്ധിച്ച് എഴുത്ത്, പ്രസംഗം, കല, വിപണനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ ഈ വേഴത്തിന്റെ രാശിമാറ്റം മൂലം ഈ നക്ഷത്രക്കാർക്കുണ്ടാകും. പുതിയ സൗഹൃദങ്ങൾ, ജീവിതത്തിൽ പല മാറ്റങ്ങളും ഇവർക്കുണ്ടാകും. പുതിയ സൗഹൃദങ്ങൾ നേടാനും ആ സൗഹൃദങ്ങൾ വഴി ജീവിതത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് കഴിയുന്നതാണ്. തൊഴിൽപരമായ യാത്രകൾ ഇവർക്ക് പ്രയോജനപ്രദമാവുകയും ചെയ്യും. തൊഴിൽപരമായ യാത്രകൾ ഇവർ ചെയ്താൽ അത് ഇവർക്ക് പ്രയോജനപ്രദമാകും. ഇവർക്ക് തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും അതുവഴി കഴിയും. ഇത്തരം യാത്രകൾ വഴി ധനനേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയും. അതായത് തൊഴിൽപരമായ യാത്രകൾ മൂലം ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയും. പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താനുള്ള സൗകര്യങ്ങൾ ഒത്തുചേരുകയും ചെയ്യും. ധൈര്യത്തോടെയുള്ള പ്രവർത്തനം നടത്താൻ, അല്ലെങ്കിൽ പല പ്രവർത്തികളിൽ ഏർപ്പെടാൻ, അല്ലെങ്കിൽ ആ പ്രവർത്തികളിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ വിജയം വരിക്കാനും ഇവർക്ക് കഴിയുന്നതാണ്. ചുരുക്കത്തിൽ ഈ വേടമാറ്റം ഇവരെ സംബന്ധിച്ച് അനുകൂലവും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനങ്ങളും ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ വേടമാറ്റം മൂലം വേടഗ്രഹം. ഇപ്പൊ മൊത്തത്തിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഈ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ 3 വേടം നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങളും അതേപോലെ തന്നെ പല കാര്യങ്ങൾ നേടിയെടുക്കാനും ധൈര്യപൂർവ്വം പല കാര്യങ്ങളിൽ ചെന്ന് ഇടപെടാനും ഒക്കെ ഇവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.